ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫിന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ 35ാമത്തെ ദിവസമാണ് അല്ലേ, 50 ദിവസത്തിൻ്റെ സ്റ്റഡി പ്ലാന്. ഓക്കെ, നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹമാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായിട്ട് നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായിട്ട് നടന്ന ആദ്യത്തെ സംഘടിത സമരം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട സമരമാണ് വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടിട്ടുള്ള സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള അവകാശം ഇല്ലായിരുന്നു. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 പുലയ ഈഴവ നായർ സമുദായ അംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നീ 3 യുവാക്കളിലൂടെ ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ തീരത്താണ്? വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. അപ്പോൾ വേമ്പനാട് കായലിൻ്റെ തീരത്താണ് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈക്കം കാലത്തെ തിരുവിതാംകൂർ ദീവാനായിരുന്നു ടി രാഘവയ്യയായിരുന്നു വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദീവാൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കളായിരുന്നു ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ. അപ്പം അതിനൊരു കോഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി വൈക്കം ക്ഷേത്ര റോഡും മറ്റ് റോഡുകളും ജാതിമതഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് എൻ കുമാരൻ. എൻ കുമാരനാണ് പ്രമേയം 21 എതിരെ 22 വോട്ടിന് പരാജയപ്പെട്ടു. ഇനി വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ. അകാലികളുടെ നേതാവ് ലാൽ സിംഗ് ആയിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ടി കെ മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവായിരുന്നത് ടി കെ മാധവൻ. അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കാക്കിനഡ സമ്മേളനമാണ്. 1923 കാക്കിനഡ സമ്മേളനത്തിലാണ് അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയിട്ടുണ്ടായിരുന്നത്. പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്തത് ടി കെ മാധവനായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ചാത നയിച്ച ദേശീയ നേതാവ് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവ്രതൻ, കോട്ടുകോയിക്കൽ വേലായുധൻ. വൈക്കം സത്യാഗ്രഹികൾ സത്യാഗ്രഹാശ്രമമായിട്ട് ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമം വെല്ലൂർ മഠമാണ്. വൈക്കം സത്യാഗ്രഹ കാലത്ത് യാഥാസ്ഥിതികരുമായിട്ട് ഗാന്ധിജി ചർച്ച നടത്തിയ മനയാണ് ഇണ്ടൻ തുരുത്തി മന. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കളാണ് ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൽ റഹീമാൻ. ഇത്രയും പേരാണ്. ഇനി സവർണ ജാഥ നോക്കാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനായിരുന്നു. സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത് 1924 നവംബർ 1. 1924 നവംബർ 1 സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. നാഗർകോവിലിൽ കോട്ടാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച വ്യക്തിയാണ് ഡോക്ടർ M.E. നായിഡു. വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. അങ്കമാലി ടു തിരുവനന്തപുരം വരെ. ഈ സവർണ ജാഥയുടെ അവസാനം മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിക്കപ്പെട്ടത് സേതു ലക്ഷ്മി ബായിക്കാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജിയുടെ മധ്യസ്ഥതയിൽ സത്യാഗ്രഹം വിജയകരമായി അവസാനിച്ചു. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയൊഴികെയുള്ള നിരത്തുകളിൽ ജാതിമത ഭേദമന്യേ തുറന്നുകൊടുത്തത് 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹം അവസാനിച്ച ദിവസം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂർ ദീവാനായിരുന്നു ടി രാഘവയ്യ. അവസാനിക്കുമ്പോൾ ദീവാൻ M.E. വാർഡ്സ് ആയിരുന്നു. വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത് 603 ദിവസമായിരുന്നു. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിമതഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിവേദനം സമർപ്പിച്ചത് മഹാറാണി സേതു ലക്ഷ്മി ബായിക്കാണ്. വൈക്കം സത്യാഗ്രഹ നിവേദനത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം
23,000 പേരാണ്. 23,000 പേരാണ് വൈക്കം സത്യാഗ്രഹ നിവേദനത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം. നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ച വർഷം 1928. വൈക്കം സത്യാഗ്രഹ സ്മാരക സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചും അവർക്ക് നേതൃത്വം വഹിച്ചവരെക്കുറിച്ചുമുള്ള പട്ടികയാണ് ഉചിതമായത് യോജിപ്പിച്ച് കണ്ടെത്തുക. അപ്പോൾ വൈക്കം സത്യാഗ്രഹം KP കേശവമേനോൻ്റെ നേതൃത്വത്തിലാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തിലെ ഒരു നേതാവായിരുന്നു KP കേശവമേനോന്. മിശ്രഭോജനം ആരാണ്? മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം. ഇനി മൂന്നാമത്തത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. നമുക്കറിയാം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 4 പന്മന ആശ്രമമാണെങ്കിൽ ശ്രീനാരായണ ഗുരുവായിരുന്നു. ഇനി നിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം ഏത് എന്നാണ്? അത് വൈക്കം സത്യാഗ്രഹമാണ്. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം 1931-32. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച KPCC സമ്മേളനം 1931 വടകര സമ്മേളനം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ K. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി K. കേളപ്പൻ. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ T. സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു AK ഗോപാലൻ. K. കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21. ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം പിൻവലിച്ചത് ഒക്ടോബർ 2-നാണ്. 1932 ഒക്ടോബർ 2-നാണ്. ഗുരുവായൂർ ക്ഷേത്രമണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണനായിരുന്നു P. കൃഷ്ണപിള്ള. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹ നേതാക്കളാണ് P. കൃഷ്ണപിള്ളയും AK ഗോപാലനും. ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്? ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് പൊന്നാനിയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടത്തിയ താലൂക്ക് പൊന്നാനി. ഈ ജനഹിത പരിശോധന അവർണർ ക്ഷേത്രപ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലമാണെന്ന വസ്തുത വെളിപ്പെടുത്തി. 2021 90-ാം വാർഷികം ആഘോഷിച്ച സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുമുള്ള പട്ടികയാണിത്. ഉചിതമായ രീതിയിൽ യോജിപ്പിക്കുക എന്നാണ് കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരാണ്? അത് മന്നത്ത് പത്മനാഭൻ അല്ലേ? ഗുരുവായൂർ സത്യാഗ്രഹം മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹം KP കേശവമേനോൻ. KP കേശവമേനോൻ. ഇനി മൂന്നാമത്തത് ചെമ്പഴന്തി ആശ്രമം. ശ്രീനാരായണ ഗുരുവാണ് അല്ലേ? ചെമ്പഴന്തി ആശ്രമം ശ്രീനാരായണ ഗുരുവാണ്. ഇനി ചാന്നാർ ലഹളയാണെങ്കിൽ അത് അയ്യങ്കാളിയാണ് അല്ലേ? അയ്യങ്കാളി. അത് PSC ഉത്തര സൂചിക പ്രകാരം ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട വ്യക്തി അയ്യങ്കാളി ആണ്. എന്നാൽ ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. ഇനി ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം നോക്കാം. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് TK മാധവനായിരുന്നു. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് TK മാധവൻ ശ്രീമൂലം പ്രജാസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വർഷം 1919. 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് TK മാധവനായിരുന്നു. ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 1932 തിരുവിതാംകൂറിൽ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ VS സുബ്രഹ്മണ്യ അയ്യരാണ്. 1934 റിപ്പോർട്ട് സമർപ്പിച്ചു. ചെങ്ങന്നൂരിൽ 1935 നവംബർ 3 നടന്ന ഹരിജൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് G. രാമചന്ദ്രൻ. 1936 മാർച്ച് 22 തിരുവനന്തപുരത്ത് വെച്ചിട്ട് നടന്ന വാർഷിക സമ്മേളനത്തിൽ ഒരു പ്രവേശന കമ്മിറ്റി രൂപീകരിക്കുവാനും കേരളത്തിൽ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനം ആരംഭിക്കുവാനും തീരുമാനിച്ച സംഘടനയാണ് കേരള ഹരിജൻ സേവക് സംഘ്.
തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം നടക്കുമ്പോൾ അഖിലേന്ത്യാ ഹരിജൻ സേവക് സംഘിൻ്റെ പ്രസിഡന്റ് GD ബിർളയാണ്, സെക്രട്ടറി AV താക്കറാണ്. കേരളത്തിൻ്റെ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചത് 1936 ഏപ്രിൽ 19. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ശ്രീമതി രാമേശ്വരി നെഹ്റു ആണ്. ശ്രീമതി രാമേശ്വരി നെഹ്റു. കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് കേളപ്പനാണ്. കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് കേളപ്പനാണ്. ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഏകദേശം 55,000 സവർണർ ഒപ്പിട്ട മെമ്മോറിയൽ തിരുവിതാംകൂർ ദീവാൻ സർ CP രാമസ്വാമി അയ്യർക്ക് സമർപ്പിച്ച വർഷം 1936 നവംബർ 3. 1936 നവംബർ 3. ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ ചില നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് ശ്രീ ചിത്തിര തിരുനാൾ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 24. ക്ഷേത്രപ്രവേശന വിളംബര സ്മാരക കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ള. ക്ഷേത്രപ്രവേശന വിളംബര സ്മാരക കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ള. തിരുവനന്തപുരത്ത് മഹാരാജ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംഘടന ക്ഷേത്രപ്രവേശന വിളംബര സ്മാരക കമ്മിറ്റി. 1939 ജനുവരി 26 ബിക്കാനീരിലെ മഹാരാജാവ് തറക്കല്ലിട്ട പ്രതിമയുടെ അനാച്ഛാദനം 1940 ജൂലൈ 20 ധോൽപൂരിലെ മഹാരാജാവ് നിർവഹിച്ചു. പ്രതിമയോടൊപ്പം ക്ഷേത്രപ്രവേശന വിളംബരം സംസ്കൃതം, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് എന്നീ ഭാഷകളിൽ ആലേഖനം ചെയ്ത് സ്ഥാപിച്ചു. മലബാർ ക്ഷേത്രപ്രവേശന ബില്ല് പ്രസിദ്ധീകരിച്ച വർഷം 1938 ഓഗസ്റ്റ് 30. മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ 1938 ഡിസംബർ 1 മലബാർ ക്ഷേത്രപ്രവേശന ബില്ല് അവതരിപ്പിച്ചത് C. രാജഗോപാലാചാരി. മലബാർ ക്ഷേത്രപ്രവേശന ബില്ലിന് മദ്രാസ് ഗവർണറുടെ അംഗീകാരം ലഭിച്ചത് 1939 ജനുവരി 18. മലബാർ ക്ഷേത്രപ്രവേശന ബില്ല് വൈസ്രോയി അംഗീകരിച്ചത് 1947 മെയ് 11. മലബാർ ക്ഷേത്രപ്രവേശന സ്വാഗത കമ്മിറ്റിയുടെ പ്രസിഡന്റ് കിടുവത്ത് കൃഷ്ണൻ നായർ. മലബാറിലെ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20. ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12 തൻ്റെ 25ാം ജന്മദിനത്തിലാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുവാൻ ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി സർ CP രാമസ്വാമി അയ്യരാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S. പരമേശ്വര അയ്യരാണ്. വിശേഷണങ്ങൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം, ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നിങ്ങനെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവമെന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് C. രാജഗോപാലാചാരി. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ള. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് TK മാധവൻ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S. പരമേശ്വര അയ്യർ. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപം കൈവരുന്നിരുന്നില്ല. മലബാറിലെ ബ്രിട്ടീഷുകാർക്ക് നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റുമാരിലൂടെ പരോക്ഷമായിട്ടാണ് ഭരണം നടത്തിയിരുന്നത്. അതിനാൽ മലബാറിലെ പോലെ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും ശക്തമായിരുന്നില്ല. തിരുവിതാംകൂർ മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ കാരണമായ സംഭവമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ളയാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജനുവരി 1. തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായിട്ട് 10,028 പേർ ഒപ്പിട്ട
ഒപ്പിട്ട ഒരു നിവേദനം തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക. മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ ദീവാനായിരുന്നു T രാമറാവു. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തിയാണ് ഏഡ്ലി നോട്ടൻ. ഏഡ്ലി നോട്ടനാണ് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തി. മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ CV രാമൻപിള്ള. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള എഡിറ്റോറിയൽ എഴുതിയ പത്രം മിതഭാഷി. പിന്നീട് അത് വിദേശീയ മേധാവിത്വം എന്ന പേരിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു. എതിർ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ ആളുകൾ ചേർന്ന് ഒപ്പിട്ട ഒരു മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതാണ് എതിർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. എതിർ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1891 ജൂൺ 3-നാണ്. എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തവർ E രാമയ്യർ, രാമനാഥൻ റാവു. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ബാരിസ്റ്റർ GP പിള്ള. ഈഴവ മെമ്മോറിയൽ. ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി 13,176 പേര് ഒപ്പിട്ട ഒരു ഹർജി തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. അതാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1896 സെപ്റ്റംബർ 3. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആയിരുന്നു. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ പൽപ്പു. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദീവാനായിരുന്നു ശങ്കര സുബ്ബയ്യ. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1900. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കാൾസൺ പ്രഭുവിന്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ പൽപ്പു. ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. ജനനം 1878 മെയ് 25. ജന്മസ്ഥലം നെയ്യാറ്റിൻകര. വീട്ടുപേര് കൂടില്ല വീട്. പിതാവ് നരസിംഹൻ പോറ്റി. മാതാവ് ചക്കിയമ്മ. പത്നി B കല്യാണിയമ്മ. മരണം 1916 മാർച്ച് 28. തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തപ്പെട്ട ആദ്യ പത്രാധിപരായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് 1910 സെപ്റ്റംബർ 26. 1086 കന്നി 10. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ ദീവാനായിരുന്നു P രാജഗോപാലാചാരി. രാമകൃഷ്ണ പിള്ള പത്രാധിപർ ആയിരുന്ന മറ്റു പത്രങ്ങളാണ് കേരള ദർപ്പണം, കേരള പഞ്ചിക, മലയാളി, ശാരദ, വിദ്യാർത്ഥി. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ സ്ഥലം തിരുനെൽവേലി. തിരുവിതാംകൂറിലെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥ എൻ്റെ നാടുകടത്തൽ തിരുവിതാംകൂർ ദീവാനായിരുന്ന P രാജഗോപാലാചാരിയുടെ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിമർശിച്ച് രാമകൃഷ്ണ പിള്ള എഴുതിയ മുഖ്യപ്രസംഗമാണ് ഗർഹ്യമായ നടത്തം. 1910 ഓഗസ്റ്റ് 24. പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ പുസ്തകമാണ് വൃത്താന്ത പത്രപ്രവർത്തനം. പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ പുസ്തകമാണ് വൃത്താന്ത പത്രപ്രവർത്തനം. പത്രപ്രവർത്തനങ്ങളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന രാമകൃഷ്ണ പിള്ളയുടെ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. നാടുകടത്തലിന് ശേഷം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള പത്രാധിപത്യം ഏറ്റെടുത്ത പ്രസിദ്ധീകരണം ആത്മഭൂഷിണി 1913 കുന്നംകുളം. കേരളം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. കേരളൻ എന്ന മാസിക ആരംഭിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള 1905. രാജാധികാരം പ്രജകളാൽ ദത്തമാണെന്ന് കേരളൻ എന്ന മാസികയിലൂടെ ഉദ്ഘോഷിച്ച വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. കേരളത്തെ ഒന്നായി കണ്ടുകൊണ്ട് മകൾക്ക് ഗോമതി എന്ന പേര് കൊടുത്ത് നവോത്ഥാന നായകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഗോമതി, ഗോ ശ്രീയാണ്, ശ്രീ കൊച്ചി. ഇനി ഗോശ്രീ കൊച്ചി, മലബാർ,
പിന്നെ തിരുവിതാംകൂർ, അത് ഗോമതി. ഇനി മലയാളത്തിലെ ആദ്യമായി രാഷ്ട്രീയ നോവൽ പ്രസിദ്ധീകരിച്ച മാസിക കേരളനാണ്. കെ നാരായണ ഗുരുക്കൾ രചിച്ച പാറപ്പുറം, ഉദയഭാനു എന്നീ കൃതികൾ. തിരുവനന്തപുരം കേരളത്തിലെ തലസ്ഥാനമാക്കുമെന്ന് പ്രവചിച്ച നവോത്ഥാന നായകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. രാമകൃഷ്ണപിള്ളയ്ക്ക് സ്വദേശാഭിമാനി എന്ന വിശേഷണം നൽകിയത് മലേഷ്യൻ മലയാളികളാണ് 1912 സെപ്റ്റംബർ 28-ന്. ഇനി ബ്രിട്ടനിലെ പത്രപ്രവർത്തന ഏജൻസിയായിട്ടുള്ള റോയിട്ടേഴ്സുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച ആദ്യ മലയാള പത്രപ്രവർത്തകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുത്ത സ്ഥലം നെയ്യാറ്റിൻകര. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മരണാർത്ഥം തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച മാസികയാണ് സ്വദേശാഭിമാനി 1923. സ്വദേശാഭിമാനിയുടെ സഹപത്രാധിപരായിരുന്നത് ബാരിസ്റ്റർ AK പിള്ള. കാൾ മാർക്സിന്റെ ജീവചരിത്രം ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഗാന്ധിജിയെക്കുറിച്ച് ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. സ്വദേശാഭിമാനി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലമാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് പാളയം, തിരുവനന്തപുരം. പ്രധാന കൃതികൾ: കാൾ മാർക്സ്, സോക്രട്ടീസ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ക്രിസ്റ്റഫർ കൊളംബസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, വാമനൻ, ബാലകലേശ നിരൂപണം, നരകത്തിൽ നിന്ന്, കേരള ഭാഷോൽപത്തി, പത്രധർമ്മം, ഡൽഹി ദർബാർ, മന്നൻ്റെ കന്നത്ത്, ഭാഷാസരണി, ചില മലയാള വർണ്ണങ്ങൾ, കൃഷിശാസ്ത്രം, നായന്മാരുടെ സ്ഥിതി, ദ ഡിപ്പോർട്ടേഴ്സ് കേസ് ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ ദുർഭരണത്തെ വിമർശിച്ചതുകൊണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണ രചിച്ച കൃതിയാണ് നരകത്തിൽ നിന്ന്. ധർമ്മരാജ എന്ന നോവൽ എഴുതിയത് CV രാമൻ പിള്ളയാണ്. ധർമ്മരാജ നിരൂപണം എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഇനി വ്യാഴവട്ട സ്മരണകൾ എന്ന കൃതി രചിച്ചത് B കല്യാണിയമ്മയാണ്. രാമകൃഷ്ണപിള്ളയുടെ പത്നിയാണ് B കല്യാണിയമ്മ. മറ്റു വസ്തുതകൾ: തിരുവനന്തപുരത്തെ സ്വദേശാഭിമാനിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1958. പ്രഥമ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അവാർഡ് ജേതാവ് VK മാധവൻകുട്ടി 2002. പത്രപ്രവർത്തനത്തിലെ മികവിന് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. സമ്മാനത്തുക 1,00,000 രൂപയാണ്. ആദ്യ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടിയത് T വേണുഗോപാലാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം പ്രവാസി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പുരസ്കാരം. കേരളം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. നിവർത്തന പ്രക്ഷോഭം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യാനുപാതികമായിട്ട് സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. കേരളത്തിലെ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സഭ C കേശവനാണ് നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. അഖില തിരുവിതാംകൂർ രാഷ്ട്രീയ സമിതിയുടെ പ്രധാന നേതാക്കളാണ് C കേശവനും NV ജോസഫും. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കളാണ് C കേശവൻ, TM വർഗീസ്, MN ജോസഫ്, PK കുഞ്ഞ്. നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് IC ചാക്കോ ആണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കപ്പെടുന്നത് കേരള കേസരിയാണ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവൻ 1935. നിവർത്തന പ്രക്ഷോഭം നിരാകരിച്ച ദീവാനാണ് T ഓസ്റ്റിൻ. PSCയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ച വർഷം 1936. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയ വർഷം 1956. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷണർ GD നോക്സ് ആയിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏത്? അത് നിവർത്തന പ്രക്ഷോഭമാണ്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ ജോഗ്രഫിയിൽ നമ്മളുടെ നാളത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു ഭാഗം തീരൂട്ട കഴിഞ്ഞ്. ഇനി ജോഗ്രഫിയാണ്. ജോഗ്രഫിയും ബയോളജിയും മാത്രമേ ഇനി കൂടുതലായിട്ടുള്ളൂ. പിന്നെ നമ്മളുടെ വൊക്കാബുലറി കുറച്ചുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. സന്തോഷിച്ചോളൂ.
അപ്പോൾ ജിയോഗ്രഫിയിൽ ഇന്ന് കാലാവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം മിറ്റിയോറോളജി എന്നാണ് കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം. മിറ്റിയോറോളജിയാണ് കേട്ടോ, മിറ്റിയോറോളജി. ഇനി ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ആസ്ഥാനം മൗസിം ഭവനാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ആസ്ഥാനം. ന്യൂഡൽഹിയാണ് മൗസിം ഭവൻ. ഇനി ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്. ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്രത്തിൽ നിന്നുള്ള അകലം, ഹിമാലയത്തിൻ്റെ പർവ്വതനിര, മൺസൂൺ കാറ്റുകൾ, ഇത്രയുമാണ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതാണ്? അത് ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയാണ്. ഉത്തരായന രേഖയ്ക്ക് വടക്കുഭാഗം ഉത്തരേന്ത്യ ഉപോഷ്ണമേഖലയിലും മിതോഷ്ണമേഖലയിലും ഉൾപ്പെടുന്നു. മധ്യേഷ്യയിൽ നിന്നും വരുന്ന വടക്കൻ ശീതക്കാറ്റിനെ പ്രതിരോധിക്കുകയും മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൺസൂൺ മഴ ലഭ്യമാക്കുകയും ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാലയൻ പർവ്വതനിര. ഇന്ത്യയിലെ ഋതുക്കളെ 4ആയി തിരിക്കാം. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളാണ്. പൊതുവെ ഋതുക്കളെ 4ആയി തരംതിരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അന്തരീക്ഷ സ്ഥിതിയെ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കി 6 വ്യത്യസ്ത ഋതുക്കൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. അപ്പം ഹേമന്തകാലം, ശരത്കാലം, വർഷകാലം, ഗ്രീഷ്മകാലം, വസന്തകാലം, ശിശിരകാലം, ഇങ്ങനെയാണ് നമ്മളുടെ ഋതുക്കൾ ഉള്ളത് അല്ലേ. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ കോഡൊക്കെ വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ക്ലാസ് കേൾക്കാത്തവർ അതൊന്ന് കേട്ട് നോക്കുക കേട്ടോ. ഇത് നമ്മുടെ റിവിഷൻ ക്ലാസ് ആണ്. ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. ദീർഘമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. ഇനി ശൈത്യകാലമാണ്. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന കാലയളവ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന മാസം ജനുവരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം ദ്രാസ് ആണ്. ഇനി ഉത്തരേന്ത്യൻ ശൈത്യകാലത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത പകൽ സമയത്ത് മിതമായ ചൂടും രാത്രികാലങ്ങളിൽ ശൈത്യവുമാണ്. ഉത്തരേന്ത്യയിൽ സമതലങ്ങളിൽ ഏറ്റവും തണുപ്പേറിയ മാസങ്ങളാണ് ഡിസംബർ, ജനുവരി. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന മിതോഷ്ണ ചക്രവാതമാണ് പശ്ചിമ അസ്വസ്ഥത. ശൈത്യകാലത്ത് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് എടുത്തിട്ട് പറയുന്നത്. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന മിതോഷ്ണ ചക്രവാതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് പശ്ചിമ അസ്വസ്ഥതയാണ്. പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിൽ അനുഭവപ്പെടാൻ കാരണമാകുന്ന ട്രോപ്പോസ്ഫിയറിക് വായുപ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് സ്ട്രീംസ് ആണ്. ശൈത്യകാല വിളകൾക്ക് റാബി വിളകൾ പ്രയോജനകരമായിട്ടുള്ള മഴ ലഭിക്കുന്നതിന് കാരണമാകുന്ന പ്രതിഭാസം പശ്ചിമ അസ്വസ്ഥതയാണ്. അപ്പം റാബി വിളകൾക്ക് ഫലപ്രദമാകുന്ന കാറ്റാണ് ഈ ഒരു പശ്ചിമ അസ്വസ്ഥത. ഇനി ഉപദ്വീപീയ പ്രദേശങ്ങളിലെ ശൈത്യകാലം കൃത്യമായി അനുഭവപ്പെടാറില്ല. കാരണം സമുദ്ര സാമീപ്യം, ഭൂമധ്യരേഖയോടടുത്ത സ്ഥാനം ഇവയൊക്കെ കാരണങ്ങളാണ്. ഇനി ശൈത്യകാലത്ത് ഹിമാലയ പർവ്വത ഭാഗത്ത് മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമുണ്ടാകുന്ന ചക്രവാതമാണ് പശ്ചിമ അസ്വസ്ഥത. അപ്പം ഇതും കൂടി ഓർത്തു വെക്കുക. ശൈത്യകാലത്ത് ഹിമാലയ പർവ്വത ഭാഗത്ത് മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമാകുന്ന ചക്രവാതമാണ് പശ്ചിമ അസ്വസ്ഥത. ഉഷ്ണകാലം, വേനൽക്കാലം. ഇന്ത്യയിൽ വേനൽക്കാലം അനുഭവപ്പെടുന്നത് സൂര്യൻ്റെ ഉത്തരായന കാലത്താണ്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മാസം ഏപ്രിലാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല അല്ലേ, ഇപ്പം എപ്പോഴും ചൂടും തണുപ്പും ഒക്കെ ഉണ്ട്. ഇനി ഉപദ്വീപീയ സ്ഥാനവും സമുദ്ര സാമീപ്യവും കാരണം ഉത്തരേന്ത്യയെക്കാളും ദക്ഷിണേന്ത്യയിൽ താപനില കുറവായിരിക്കും. ഇന്ത്യയിൽ ഉഷ്ണകാലത്ത് തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉത്തരേന്ത്യയിൽ ഊഷ്മാവ് വളരെ കൂടുതലായിരിക്കും. ഇന്ത്യയിൽ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ ശരാശരി താപനില രേഖപ്പെടുത്തിയ സ്ഥലം ഫലോഡി. ഇനി ഇന്ത്യയിൽ ഏറ്റവും വരണ്ട പ്രദേശം ജയ്സാൽമീരാണ്, രാജസ്ഥാന്. ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന വടക്കു പടിഞ്ഞാറ്
പടിഞ്ഞാറ് ഭാഗത്താണ്. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് മാംഗോ ഷവർ, ചെറി ബ്ലോസം, നോർവെസ്റ്റർ. ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദങ്ങൾ ലൂ ഉഷ്ണകാലത്ത് വീശുന്നതാണ്. ലൂ ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്നു. കാൽബൈശാഖി പശ്ചിമ ബംഗാളിൽ, ബർദോസില അസമിലാണ്. മാംഗോ ഷവർ കേരളത്തിലും കർണാടകയിലുമാണ്. ഈ ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതമുള്ള ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. ഉഷ്ണകാലത്ത് വൈകുന്നേരങ്ങളിൽ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ കാറ്റും മഴയുമാണ് നോർവെസ്റ്റർ. ഇനി നോർവെസ്റ്റർ ബംഗാളിലെ കാൽബൈശാഖി എന്നും അസമിലെ ബർദോസില എന്നും അറിയപ്പെടുന്നു. നോർവെസ്റ്റർ ബംഗാളിലെ കാൽബൈശാഖി എന്നും അസമിലാണെങ്കിൽ ബർദോസില എന്നും അറിയപ്പെടുന്നു. ബംഗാളിലെ തേയില, ചണം, നെല്ല് എന്നീ കൃഷികളെ സഹായിക്കുന്നത് കാൽബൈശാഖിയാണ്. കാൽബൈശാഖി കാറ്റിൻ്റെ പ്രത്യേകത അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയുമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്ന പ്രതിഭാസമാണ് മൺസൂൺ കാറ്റുകൾ. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? മൺസൂൺ കാറ്റുകളെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ്. മൺസൂണിൻ്റെ ദൈർഘ്യം 100 to 120 ദിവസങ്ങളാണ്. 100 to 120 ദിവസങ്ങളാണ് മൺസൂണിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന മാസങ്ങളാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. മൺസൂൺ കാറ്റുകളുടെ ഗതി നിർണ്ണയിച്ച ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ്. ഇന്ത്യക്ക് മൺസൂൺ കറസ്പോൺസ് എന്ന ഹിസ്റ്റോറിക്കൽ ഡിജിറ്റൽ റെക്കോർഡ് കൈമാറിയ രാജ്യം പോർച്ചുഗലാണ്. മഴയുടെ വിതരണത്തിനുള്ള അസന്തുലിതാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ ഭൂപ്രകൃതി, ഭൂവിഭാഗത്തിൻ്റെ വിസ്തൃതി, സമുദ്ര സാമീപ്യം, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വതനിരകളുടെ സ്ഥാനം, കാറ്റിൻ്റെ ദിശ, കാറ്റിൻ്റെ ഈർപ്പത്തിലുള്ള അളവ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡ്രാം ആണ്. മൗസിൻഡ്രാം മേഘാലയ. ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ലേ, ലഡാക്ക്. ഇനി സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിലായിരിക്കെ ഉയർന്ന മർദ്ദം നിലനിൽക്കുന്നതിനാൽ ഇന്ത്യക്ക് സമുദ്രത്തിന് മുകളിൽ തെക്ക് നിന്നും വടക്കോട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശാൻ ഇടയാകുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ ഈ കാറ്റുകൾ സഞ്ചാര ദിശക്ക് വലത്തോട്ട് തിരിയുന്നതിനാൽ തെക്കു പടിഞ്ഞാറൻ കാറ്റുകളുമായി ഇന്ത്യയിൽ എത്തിച്ചേരുന്നു. ഈ കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് എന്നറിയപ്പെടുന്നത്. ഇടിമിന്നലോട് കൂടിയ എത്തുന്ന ജലബാഷ്പം നിറഞ്ഞ മഴക്കാറ്റുകളുടെ പെട്ടെന്നുള്ള വരവ് മൺസൂണിൻ്റെ പൊട്ടിപ്പുറപ്പാട്. മൺസൂണിൻ്റെ പൊട്ടിപ്പുറപ്പെടലിന് അഥവാ പെട്ടെന്നുള്ള ആരംഭത്തിന് കാരണം കിഴക്കൻ ജെറ്റ് പ്രവാഹമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ ശാഖകൾ അറബിക്കടൽ ശാഖ, ബംഗാൾ ഉൾക്കടൽ ശാഖ. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ശാഖയാണ് അറബിക്കടൽ ശാഖ. അറബിക്കടലിൽ രൂപം കൊള്ളുന്ന മൺസൂണിൻ്റെ കാറ്റുകൾ വീണ്ടും 3 ശാഖകളായിട്ട് പിരിയുന്നു. ജൂൺ ആരംഭത്തോടെ കേരള തീരത്തിലെത്തുന്ന അറബിക്കടൽ ശാഖ കേരളത്തിൽ വ്യാപകമായ മഴ നൽകുന്നു. സഹ്യാദ്രിയുടെ കാറ്റിന് അഭിമുഖമായ ചെരിവുകളിലും പശ്ചിമ തീരങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ ഒരു പ്രധാന മഴനിഴൽ പ്രദേശമാണ് പശ്ചിമഘട്ടത്തിലെ കിഴക്കേ ചെരിവ്. പശ്ചിമഘട്ടത്തിൻ്റെ കടക്കുന്നതോടെ കാറ്റിൻ്റെ ആർദ്രതയുടെ അളവ് കുറയുന്നു. അതിൻ്റെ ഫലമായി പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചെരിവുകളിൽ ഈ കാറ്റുകൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ മഴ നൽകുന്നുള്ളൂ. ഇത്തരം മഴ കുറഞ്ഞ പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നു. പശ്ചിമ ബംഗാളിലും ബംഗ്ലാദേശിലും വെച്ച് ബംഗാൾ ഉൾക്കടൽ മൺസൂൺ ശാഖ 2ആയിട്ട് പിരിയുന്നു. മൗസിൻഡ്രം, ചിറാപുഞ്ചി എന്നീ സ്ഥലങ്ങളിൽ വർഷം തോറും മഴയ്ക്ക് കാരണമാകുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ശാഖയാണ് ബംഗാൾ ഉൾക്കടൽ ശാഖ. സുന്ദരവനം ഡെൽറ്റ. പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ശാഖയാണ് ബംഗാൾ ഉൾക്കടൽ ശാഖ. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയും ഗുജറാത്ത് തീരത്തിലൂടെ വരുന്ന അറബിക്കടൽ ശാഖയും കൂടിച്ചേരുന്ന പ്രദേശമാണ് പഞ്ചാബ് സമതലം. ഹിമാലയത്തിൻ്റെ അടിവാര മേഖലകളിൽ കനത്ത മഴ ലഭിക്കുന്നതിന് കാരണമാകുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖയും അറബിക്കടൽ ശാഖയും. കേരളത്തിൻ്റെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ അറിയപ്പെടുന്നത് ഇടവപ്പാതി. രാജസ്ഥാനിൽ മഴ വിരളമാകുന്നതിനുള്ള കാരണം മൺസൂൺ കാറ്റ് ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നുപോകുന്നതുകൊണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് അറിയപ്പെടുന്നത് മറ്റു പേരുകളാണ് ഇടവപ്പാതി, കാലവർഷം, വർഷക്കാലം, മൺസൂണിൻ്റെ ആരംഭം, വടക്ക് കിഴക്കൻ മൺസൂണ്. ഇന്ത്യയിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള കാലമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാലമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. അപ്പം ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് മേലെ
ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ഇതിൻ്റെ ഫലമായി ഏഷ്യ വൻകരയ്ക്കു മുകളിൽ ഉച്ചമർദ്ദം, ഇന്ത്യൻ മഹാസമുദ്രത്തിനു മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. ഇത് വടക്കുകിഴക്ക് വാണിജ്യവാദങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനിടയാകുന്നു. ഇതാണ് വടക്കുകിഴക്കൻ മൺസൂൺ കാറ്റുകൾ. കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവയുടെ തീരപ്രദേശങ്ങളിലും വടക്കുകിഴക്കൻ മൺസൂൺ മഴ ലഭിക്കുന്നുണ്ട്. വടക്കുകിഴക്കൻ മൺസൂണിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. വടക്കുകിഴക്കൻ മൺസൂൺ കാലത്ത് കനത്ത മഴ ലഭിക്കുന്ന ഭൂപ്രദേശം കോറമാൻഡൽ തീരമാണ്. കേരളത്തിൻ്റെ വടക്കുകിഴക്കൻ മൺസൂൺ മഴക്കാലം അറിയപ്പെടുന്നത് തുലാവർഷം. ഇന്ത്യയുടെ സൈക്ലോൺ ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശം സുന്ദർബൻസ്. ഇന്ത്യയിലെ വാർഷിക വർഷപാതം 125 സെൻറ്റിമീറ്ററാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലായി ഇന്ത്യയൊട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളിൽ ദുസ്സഹമാക്കുന്ന പ്രതിഭാസമാണ് ഒക്ടോബർ ചൂട്. കാലാവസ്ഥാ വ്യതിയാനം, ആഗോള താപനം എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളിലും ജനങ്ങളിലും ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് ഗ്രീൻ ഗുഡ് ഡീഡ്സ്. പേമാരിയും ഇടിമിന്നലും പ്രാദേശിക തലത്തിൽ തത്സമയം പ്രവചിക്കാൻ ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ന്യൂഡൽഹി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി പൂനെ, നാഷണൽ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റ് നോയിഡ UP. കാലാവസ്ഥയും കൃഷിയും. മൺസൂണിൻ്റെ ആരംഭത്തോടെ കൃഷിയിറക്കി മൺസൂണിൻ്റെ അവസാനത്തോടെ വിളവെടുക്കുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, ചോളം, ജോവർ ബജ്ര, സോയാബീൻ, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയാണ് പ്രധാന ഖാരിഫ് വിളകൾ. ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടെ വിളയിറക്കുകയും വേനലിൻ്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലമാണ് റാബി. ഈ കാലത്തെ കുറഞ്ഞ ഊഷ്മാവ്, മീതോഷ്ണ വിളകളായിട്ടുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് തുടങ്ങിയവയുടെ കൃഷിക്ക് അനുയോജ്യമാണ്. ഇപ്പോൾ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക്. വേനലിൻ്റെ ആരംഭത്തോടെ വിളവിറക്കുകയും മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലമാണ് സൈദ്. അപ്പം വേനലിൻ്റെ ആരംഭത്തോടെ വിളവിറക്കുകയും മൺസൂണിൻ്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലമാണ് സൈദ്. ഇന്ത്യയിലെ ചില പ്രധാന കൃഷിയിനങ്ങളും കാലാവസ്ഥാ ഘടകങ്ങളും. ഇപ്പോൾ കൃഷി, നെല്ല്, കാലാവസ്ഥ, മണ്ണ്, അങ്ങനെയാണ് നോക്കി പോകുന്നത്. ഇപ്പം നെല്ല് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില വേണം. 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും വേണം. ഇനി മണ്ണാണെങ്കിൽ എക്കൽ മണ്ണാണ് ഏറ്റവും നല്ല മണ്ണ്. ഇനി ഗോതമ്പ് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി വരെ താപനില കുഴപ്പമില്ല. ഇനി 75 സെൻറ്റിമീറ്റർ മഴ അത്യാവശ്യമാണ്. നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് വേണം. ഇനി ചോളമാണ്. ശരാശരി 75 സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതം, ചൂടും ഈർപ്പവും ഉള്ള കാലാവസ്ഥ, നീർവാഴ്ചയുള്ള ഫലഭൂഷ്ടമായ മണ്ണ്. ഇനി പരുത്തിയാണെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില, മഞ്ഞുവീഴ്ചയില്ലാത്ത വർഷക്കാലം, ചെറിയ തോതിൽ വാർഷിക വർഷപാതം. ഇത് കറുത്ത മണ്ണാണ് പരുത്തി കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള മണ്ണ്. ഇനി ചണമാണ്. 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ വേണം, ഉയർന്ന താപനില, അത് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. ഇനി തേയിലയാണ്. തേയില 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില, വാർഷിക വർഷപാതം 200 സെൻറ്റിമീറ്റർ മുതൽ 250 സെൻറ്റിമീറ്റർ വരെ, ജൈവാംശം കൂടുതലുള്ളതും നീർവാഴ്ചയുള്ളതുമായിട്ടുള്ള മണ്ണ്. കരിമ്പ് 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില, 75 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതം, കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് കരിമ്പിന് അനുയോജ്യമാണ്. ഇനി റബ്ബറാണ്. 25 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനില, 150 സെൻറ്റിമീറ്ററിൽ മുകളിൽ മഴ, ലാറ്ററൈറ്റ് മണ്ണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ ഏലം, കുരുമുളക്, ഗ്രാമ്പു, ഇഞ്ചി. ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥ, നീർവാഴ്ചയുള്ള വനമണ്ണ്, മണൽ മണ്ണ്. ഇനി ഖാരിഫ് കാർഷിക കാലങ്ങളാണ്. വിളയിറക്കൽ കാലം, വിളവെടുപ്പ് കാലം നോക്കാം. ഖാരിഫ് ജൂൺ മാസമാണ് കേട്ടോ. മൺസൂണിൻ്റെ ആരംഭമാണല്ലോ ജൂൺ. അപ്പോൾ ഈ ജൂൺ മാസത്തിലാണ് ഖാരിഫ്. ഈ വിളവെടുപ്പ് കാലം സെപ്റ്റംബർ ടു ഒക്ടോബർ മാസങ്ങളിലോ അല്ലെങ്കിൽ നവംബർ ആദ്യ വാരമോ, മൺസൂണിൻ്റെ അവസാനം. ഇനി റാബി ആണെങ്കിൽ നവംബർ മധ്യത്തിലാണ്. ശൈത്യകാല ആരംഭമാണ്. മാർച്ചിലാണ് വിളവെടുപ്പ് കാലം, വേനലിൻ്റെ ആരംഭത്തിൽ. ഇനി സൈദാണെങ്കിൽ മാർച്ചിലാണ്, വേനലിൻ്റെ ആരംഭത്തിലാണ് വിളയിറക്കൽ കാലം. എന്നാൽ ജൂണിൽ മൺസൂണിൻ്റെ ആരംഭത്തിലാണ് വിളവെടുപ്പ് കാലം. ഇനി റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സൈദ്. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റകൾ തുടങ്ങിയവ ജലസേചനം ലഭ്യമായ പ്രദേശത്ത് ഈ കാലത്ത് കൃഷി ചെയ്യുന്നു. പ്രധാന ഖാരിഫ് വിളകൾ നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ,
ചണം, കരിമ്പ്, നിലക്കടല. പ്രധാന റാബി വിളകളാണ് ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. സൈദ് വിളകളാണ് പഴങ്ങൾ, പച്ചക്കറികൾ. അപ്പോൾ ഞാനായിട്ടുണ്ടാക്കിയ ഒരു കോഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഖാരിഫ് വിളകൾക്കുള്ള കോഡാണ് നീച്ചോ നീ പച്ചക്കരിമ്പ് തിന്നാം കേട്ടോ. നീച്ചോ നീ പച്ചക്കരിമ്പ് തിന്നാം. നീച്ചോ നീ പച്ചക്കരിമ്പ് തിന്നാം. അപ്പം നീച്ചോ എന്ന് പറയുമ്പം നെച്ചോ നീ എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നെച്ചോ നീ പച്ചക്കരിമ്പ് തിന്നാം എന്നാണ് ഓർത്ത് വെക്കുക. അപ്പം നേ എന്ന് പറയുമ്പം നെല്ല്. നേ എന്ന് പറഞ്ഞാൽ നെല്ല്. ചോ നീച്ചോ എന്ന് പറഞ്ഞില്ലേ, അപ്പം ചോളം. പിന്നെ പച്ച എന്നുള്ളത് പരുത്തി, ചണം. പരുത്തി, ചണമാണ് പച്ച. ഇനി കരിമ്പ് അതിൽ വരുന്നുണ്ട്. പിന്നെന്താണ്, തിന്നാം അല്ലേ, തിന്നാം. അപ്പം നീച്ചോ നീയിൽ നിലക്കടല. അപ്പം നീച്ചോ നീ പച്ചക്കരിമ്പ് തിന്നാം. ഇനി പ്രധാന റാബി വിളകളാണ് പഴമില്ല എന്ന് പറഞ്ഞതിന് പകരം നമ്മൾ പയമില്ല എന്ന് പറയട്ടെ. പയറുവർഗ്ഗത്തിൻ്റെ പയമില്ല. പുകയുണ്ട് ഗോ. പയമില്ല, പുകയുണ്ട് ഗോ. അപ്പോൾ എന്താണ്, പുകയിൽ എന്ത് വരുന്നുണ്ട്, കടുകും വരുന്നുണ്ട് കേട്ടോ. കായെന്ന് വരുമ്പം പുകയുടെ പൂ വരുന്നുണ്ട്, അതുപോലെ തന്നെ കടുകിൻ്റെ കായും. അപ്പം പയമില്ല, പുകയുണ്ട് ഗോ. ഇനി സൈദ് വിളകളാണെങ്കിൽ പ്രയാസമില്ല, പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണല്ലോ. അടുത്തതായിട്ട് നമ്മളുടെ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ നമ്മൾ ഇന്നത്തോട് കൂടിയിട്ട് കഴിയാണ് കേട്ടോ. നമ്മളുടെ ടോപ്പിക്ക് ഫുള്ള് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നോക്കാം. യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയാണ് യൂറോ എന്ന് പറയുന്നത്. യൂറോ നിലവിൽ വന്നത് 1999 ജനുവരി 1-നാണ്. യൂറോ വിനിമയം ആരംഭിച്ചത് 2002 ജനുവരി 1-നാണ്. യൂറോ കറൻസി ഉപയോഗിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങൾ 19 എണ്ണമാണ്. ഇന്ത്യയിലെ നാണയ കറൻസി നിർമ്മാണശാലകളാണ്. നിർമ്മാണശാല സ്ഥാപിതമായിട്ടുള്ള വർഷം. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ് മുംബൈ 1824 1830. ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ് കൊൽക്കത്ത, അലിനഗർ മിൻറ്റ്, അലിപ്പൂർ മിൻറ്റ് എന്നും അറിയപ്പെടുന്നു. 18-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായി 1952 പരിഷ്കരിച്ചു. ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ് ഹൈദരാബാദ് 1803 നിസാം മിൻറ്റ് നവാബ് സിക്കന്ദർ ജാഹ് ആരംഭിച്ചു. പിന്നീട് 1903 സഫിയാബാദിൽ പ്രവർത്തനം ആരംഭിച്ചു. നിലവിൽ ഹൈദരാബാദിനടുത്ത് ചേരാപ്പള്ളിയിൽ 1997 ആരംഭിച്ചു. ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ് നോയിഡ 1988. കറൻസി നോട്ട് പ്രസ് നാസിക് 1928. ബാങ്ക് നോട്ട് പ്രസ് ദേവാസ് മധ്യപ്രദേശ് 1974. ഇന്ത്യ സെക്യൂരിറ്റി പ്രസ് നാസിക് 1925. സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് പ്രസ് ഹൈദരാബാദ് 1982. സെക്യൂരിറ്റി പേപ്പർ മില്ല് നർമ്മദാപുരം ഹോഷംഗാബാദ് 1968. ഇന്ത്യയിലെ നോട്ട് നിരോധനങ്ങൾ. ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നോട്ട് നിരോധനം നടത്തിയിട്ടുണ്ട്? 3 പ്രാവശ്യം. 1946, 1978, 2016. ഇന്ത്യയിൽ ആദ്യമായി കറൻസി നോട്ടുകൾ പിൻവലിച്ചത് 1946 ജനുവരി 12. 1946 ജനുവരി 12. 1946 പിൻവലിച്ച നോട്ടുകൾ 500, 1000, 10000. 1946 നോട്ട് നിരോധന സമയത്ത് RBI ഗവർണറായിരുന്നു CD ദേശ്മുഖ് ആയിരുന്നു. 500, 1000, 10000 എന്നീ നോട്ടുകൾ പുനരാരംഭിച്ച വർഷം 1954. 1954 500, 1000, 10000 എന്നീ നോട്ടുകൾ പുനരാരംഭിച്ച വർഷം 1954. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നോട്ട് നിരോധനം നിലവിൽ വന്നത് 1978 ജനുവരി 16. 1978 നിരോധിച്ച കറൻസി നോട്ടുകൾ 1000, 5000, 10000, 10000. 78 നിരോധിച്ച കറൻസി നോട്ടുകൾ. 1978 നോട്ടുകൾ പിൻവലിച്ചപ്പോഴുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി, ജനതാ പാർട്ടി. 1978 നോട്ട് നിരോധന സമയത്ത് RBI ഗവർണറായിരുന്നു IG പാട്ടേൽ. പുതിയ കറൻസികൾ. കറൻസി നിറം ചിത്രം. 2000 മജന്ത നിറമാണ്. 2000 മജന്ത നിറം. മംഗൾയാനാണ് ചിത്രം. 500 സ്റ്റോൺ ഗ്രേ ആണ്. 500ൻ്റെ സ്റ്റോൺ ഗ്രേ ആണ്. ചെങ്കോട്ടയാണ് ചിത്രം. 200 ബ്രൈറ്റ് യെല്ലോ ആണ്. സാഞ്ചി സ്തൂപമാണ്. 200 ബ്രൈറ്റ് യെല്ലോ, സാഞ്ചി സ്തൂപം. 100 ലാവൻഡർ ആണ്. റാണി കി വാവാണ്, ഗുജറാത്ത്. 50 ഫ്ലൂറസെൻ്റ് ബ്ലൂ ആണ്. 50 ഹംപിയിലെ രഥമാണ്. 20 ഗ്രീനിഷ് യെല്ലോ ആണ്. എല്ലോറ ഗുഹകൾ. 10 ചോക്ലേറ്റ് ബ്രൗൺ ആണ്. കൊണാർക്കിലെ സൂര്യക്ഷേത്രം. 1 പിങ്ക് ഗ്രീൻ ആണ്. സാഗർ സാമ്രാട്ട്.
ഏതു വർഷമാണ് 2005 മുമ്പുള്ള കറൻസി നോട്ടുകൾ പിൻവലിക്കാൻ RBI തീരുമാനിച്ചത്? 2014. രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത്. 2016 വിനിമയത്തിൽ നിന്നും പിൻവലിച്ച ഇന്ത്യൻ കറൻസി നോട്ടുകൾ 500 രൂപ, 1000 രൂപ. 2016 വിനിമയത്തിൽ നിന്നും പിൻവലിച്ച ഇന്ത്യൻ കറൻസി നോട്ടുകളാണ് 500 രൂപയും 1000 രൂപയും. 2016 നോട്ട് നിരോധന സമയത്തെ RBI ഗവർണറായിരുന്നു ഊർജിത് പട്ടേൽ. 500, 1000 എന്നീ നോട്ടുകളുടെ നിരോധനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് 2016 നവംബർ 8-നാണ്. നിരോധനം പ്രാബല്യത്തിൽ വന്നത് 2016 നവംബർ 9-ന്. നിലവിൽ വിനിമയത്തിൻ്റെ ഏറ്റവും മൂല്യമേറിയ ഇന്ത്യൻ കറൻസിയാണ് 2000 രൂപ. 2016 നോട്ട് നിരോധന സമയത്തും പുതിയ കറൻസി നോട്ടുകൾ പ്രാബല്യത്തിൽ വന്നപ്പോഴുള്ള ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ്. കേന്ദ്ര സർക്കാർ നോട്ട് പിൻവലിച്ചത് അനുകൂലമായി നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. രൂപയും ചിത്രങ്ങളും. ഓൾഡ് 5 രൂപയിലെ കർഷകനും ട്രാക്ടറുമായിരുന്നു. 10 രൂപ ആന, കടുക്, കണ്ടാമൃഗം. 20 രൂപയിലെ മൗണ്ട് ഹാരിയറ്റ്, പോർട്ട് ബ്ലെയർ. 50 രൂപ ഇന്ത്യൻ പാർലമെൻറ്റ്. 100 രൂപ ഹിമാലയ പർവ്വതം. 500 രൂപ ദണ്ഡിയാത്ര. 1000 രൂപ ശാസ്ത്ര സാങ്കേതിക പുരോഗതി. ഡിജിറ്റൽ പാതയിൽ ഇന്ത്യ. കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം ഇ-റുപ്പിയാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസി ഇ-റുപ്പിയാണ്. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കറൻസി രഹിത ഇടപാടുകളെക്കുറിച്ച് അവബോധം നൽകാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച TV ചാനലാണ് ഡിജിശാല. 2016 ഡിസംബർ 9. കറൻസി രഹിത ഇടപാടുകൾക്ക് ജനങ്ങളെ സഹായിക്കുവാനുള്ള ടോൾ ഫ്രീ നമ്പറാണ് 14444. ഇന്ത്യയിൽ ആദ്യ കറൻസി രഹിത ദ്വീപാണ് കരാങ്, മണിപ്പൂർ. കേരളത്തിലെ ആദ്യ കറൻസി രഹിത കളക്ട്രേറ്റ് പത്തനംതിട്ട. കേരളത്തിലെ ആദ്യ ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം നിലവിൽ വന്ന ട്രഷറി കാട്ടാക്കട, തിരുവനന്തപുരം. ഇന്ത്യയിൽ ആദ്യമായി ഈ പേയ്മെൻറ്റ് ആരംഭിച്ച കോടതി പൂനെ ജില്ലാ കോടതി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഈ കോർട്ട് ഫീ പേയ്മെൻറ്റ് സംവിധാനം ആരംഭിച്ച കോടതി മദ്രാസ് ഹൈക്കോടതി. ഭാരതീയ റിസർവ് ബാങ്ക് തുടക്കമിട്ട പുതിയ സംരംഭമാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചിക. 2021 ജനുവരി 1-നാണ് ഇത് ആരംഭിച്ചത്. പണരഹിത ഇടപാടുകൾ വളർച്ച അളക്കുന്ന സൂചികയാണ് ഇത്. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ടൗൺഷിപ്പ് ഗുജറാത്ത് നർമ്മദ വാലി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്. കറൻസി രഹിത പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആരംഭിച്ചിട്ടുള്ള ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിത ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനം വജ്ര. കറൻസി രഹിത ഇടപാടുകൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഭീമാണ്. UPI, റൂപേ കാർഡ് തുടങ്ങിയ സേവനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാകുന്നതിനായിട്ട് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആരംഭിച്ച സ്ഥാപനം NPCI ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രാമം അഗോദര, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രാമം അഗോദര. കേരളത്തിലെ 5ാമത് ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല ആലപ്പുഴ. ഡിജിറ്റൽ കറൻസിയായ ബിറ്റ്കോയിന് അംഗീകാരം നൽകിയത് ലോകത്തിലെ ആദ്യ രാജ്യം സെൽവഡോറാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം ഇബ്രാഹിംപൂരാണ്, തെലങ്കാന. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് നിലവിൽ വന്നത് പൊന്നാനി, മലപ്പുറം. ഇന്ത്യയിലെ ആദ്യ ISO സർട്ടിഫൈഡ് ഹൈടെക് വില്ലേജ് ഓഫീസ് കാവന്നൂർ, മലപ്പുറം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രെയിനിങ് സെൻറ്റർ സ്ഥാപിതമായത് ഗുരുഗ്രാം, ഹരിയാന. 2020 മാർച്ചിൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ ഉപഭോക്താക്കൾക്ക് ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം അനുവദിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ കമ്പനി BPCL, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇൻ്റർനെറ്റ് വ്യാപാരത്തിനുള്ള ഡിജിറ്റൽ കറൻസി അറിയപ്പെടുന്നത് ക്രിപ്റ്റോ കറൻസി. ബിറ്റ്കോയിൻ ഒരു പ്രധാന ക്രിപ്റ്റോ കറൻസിയാണ്. ബിറ്റ്കോയിൻ്റെ ഉപജ്ഞാതാവ് സതോഷി നാക്കോമോട്ടോ. UAE, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സംയുക്തമായിട്ട് ഇറക്കാൻ തീരുമാനിച്ച ഡിജിറ്റൽ കറൻസിയാണ് ആബർ. സ്വന്തമായി ഡിജിറ്റൽ കറൻസി പുറത്തിറക്കിയ ആദ്യ രാജ്യം ഇക്വഡോറാണ്. ഹോൾസെയിൽ ക്രിപ്റ്റോ കറൻസി വ്യാപാരം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചാണ് യുകോയിൻ. ഇന്ത്യയിലെ ആദ്യ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് കോയിനോമാണ്. ബിൽഡസ്റ്റ് എന്ന കമ്പനിയാണ് ആരംഭിച്ചത്. ഫേസ്ബുക്ക് ആരംഭിച്ച കറൻസിയാണ് ഗ്ലോബൽ കോയിൻ, ന്യൂ നെയിം ലിബ്ര. ലോകത്തിലെ ആദ്യ ബിറ്റ്കോയിൻ ATM ആരംഭിച്ചത് വാൻകൂറാണ്, കാനഡ. ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് പണമിടപാട് നടത്തിയ ആദ്യ ഐക്യരാഷ്ട്ര സംഘടനയാണ് യുണിസെഫ്.
ONDC ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് ഇന്ത്യയിലെ ചെറുകിട സംരംഭകർക്കും വിൽപ്പനക്കാർക്കും അവരുടെ എല്ലാവിധ ഉൽപ്പന്നങ്ങളും സേവന വിൽപ്പനയ്ക്ക് എത്തിക്കുവാനും ഉപഭോക്താവിന് അവ വാങ്ങാനും സാധിക്കുന്ന ഒരു ഓൺലൈൻ വാണിജ്യ പ്ലാറ്റ്ഫോമാണ് ONDC. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെതാണ് ഈ പദ്ധതി. ഇനി സാമ്പത്തിക നോബൽ നോക്കാം. 2022 സാമ്പത്തിക നോബൽ കിട്ടിയത് ബെൻ എസ് ബെർണാൻകും ഡഗ്ലസ് W ഡയമണ്ടും ഫിലിപ്പ് H ഡെയ്ബ്രിങ്ങുമാണ് കേട്ടോ. ഫിലിപ്പ് H ഡെയ്ബ്രിങ്. ഇനി ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിനാണ് പുരസ്കാരം. 2021 ജേതാക്കളാണ് ജോഷുവ ഡി ആൻക്രിസ്റ്റ്, ഗ്യൂഡോ W ഇംബെൻസ്, ഡേവിഡ് കാർഡ്. 2020 സാമ്പത്തിക ശാസ്ത്ര നോബലിന് അർഹരായവർ പോൾ R മിൽഗ്രെയിം, റോബർട്ട് B വിൽസൺ, ഓപ്ഷൻ തിയറിയിലെ ലേല സിദ്ധാന്തം പരിഷ്കാരങ്ങളും പുതിയ ഓപ്ഷൻ ഫോർമാറ്റുകളുടെ കണ്ടുപിടുത്തവുമാണ് പുരസ്കാരം. സാമ്പത്തിക നോബൽ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ അമർത്യ സെൻ ആണ്, 1998. രണ്ടാമത്തെ ഇന്ത്യൻ വംശജൻ അഭിജിത്ത് ബാനർജിയാണ്, 2019. സാമ്പത്തിക നോബൽ നേടുന്ന ആദ്യ വനിത എലിനർ ഓസ്ട്രം ആണ്, അമേരിക്കൻ വംശജ, 2009. രണ്ടാമത് എസ്തർ ഡെഫ്ലോ ആണ്, 2019. 2021 വർഷത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളിൽ പെടാത്തത് ആരെന്നാണ്. അത് മരിയ റൊസയാണ്. ഇപ്പോൾ ഡേവിഡ് കാർഡും ജോഷുവ ഡി ആൻക്രിസ്റ്റും ഗെയ്ഡോ W ഇംബെൻസും ഒക്കെ 2021 നോബൽ ജേതാക്കളാണ് നമുക്ക് മനസ്സിലായി. ഇനി SCERT ക്വസ്റ്റ്യൻ പൂളാണ്. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നത് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വമാണ്. സഹകരണ ബാങ്കുകളുടെ പ്രധാന ഉദ്ദേശങ്ങൾ എഴുതി അവ പ്രവർത്തന തത്വവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതുക. ജനങ്ങൾ വായ്പ നൽകുക, സ്വകാര്യ പണമിടപാട് നടത്തുക, വ്യക്തികളിൽ നിന്നും ഗ്രാമീണരെ രക്ഷിക്കുക, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുക, ജനങ്ങൾ സമ്പാദ്യശീലം വളർത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിരിക്കുന്ന ബാങ്കുകൾ നൽകുന്ന സേവനങ്ങളാണ്, അവ എന്താണെന്ന് എഴുതുക. പണം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യം ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണ്. മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തുന്ന സംവിധാനം ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാണിജ്യ ബാങ്കുകളുടെ നിക്ഷേപ പദ്ധതികളുടെ പ്രത്യേകതകളാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. അവ ഏതുതരം നിക്ഷേപണവുമായി ബന്ധപ്പെട്ടതാണെന്ന് എഴുതുക. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചവ. അത് സ്ഥിര നിക്ഷേപമാണ്. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നവയാണ് ആവർത്തിത നിക്ഷേപം. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനും സൗകര്യം നൽകുന്നവയാണ് പ്രചലിത നിക്ഷേപം. പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ കുറഞ്ഞ കാലയളവിലേക്ക് നിക്ഷേപിക്കുവാനും ആവശ്യാനുസരണം അവ തിരിച്ചെടുക്കുവാനും സഹായിക്കുന്നവയാണ് സമ്പാദ്യ നിക്ഷേപം. ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കുവാൻ വാണിജ്യ ബാങ്കുകൾ അവസരം നൽകുന്നു. ഈ സേവനത്തിൻ്റെ പേരെന്താണ്? ഏതു തരം ഇടപാടുകൾക്കാണ് ബാങ്കുകൾ ഇത്തരം സേവനങ്ങൾ നൽകുന്നതെന്ന് വ്യക്തമാക്കുക. ഓവർ ഡ്രാഫ്റ്റ്. ബാങ്കുകളുമായി തുടർച്ചയായിട്ട് ഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്ക്, സാധാരണയായിട്ട് പ്രചലിത നിക്ഷേപമുള്ളവർക്ക്. ഇന്ത്യയിൽ ബാങ്കുകളുടെ വളർച്ചയിലെ 3 ഘട്ടങ്ങൾ വിശദമാക്കുക. 1770 മുതൽ 1969 വരെയുള്ള കാലഘട്ടം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബാങ്കുകൾ. 1969 മുതൽ 90 വരെയുള്ള കാലഘട്ടം ബാങ്കുകളുടെ ദേശസാൽക്കരണം. 1991 മുതലുള്ള കാലഘട്ടം പുത്തൻ തലമുറ ബാങ്കുകൾ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സാമ്പത്തിക ശാസ്ത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ ബയോളജി നോക്കാം. ബയോളജിയിൽ COVID-19 ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഔദ്യോഗിക നാമമാണ് COVID-19, കൊറോണ വൈറസ് ഡിസീസ്. COVID-19 കാരണമാകുന്ന വൈറസിൻ്റെ ശാസ്ത്രീയ നാമം SARS-CoV-2 ആണ്. COVID-19 സിംഗിൾ സ്റ്റാൻഡേർഡ് RNA SSRNA വൈറസാണ്. കൊറോണ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം കിരീടം എന്നാണ്. കൊറോണ ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ്. കൊറോണ ഒരു പാൻഡമിക് രോഗമാണ്. ലോകത്തിലാദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വുഹാൻ, ചൈനയിലാണ്. 2019 ഡിസംബർ 31. ചൈനയ്ക്ക് പുറത്തായി ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യം തായ്ലൻഡ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ്. കേരളത്തിൽ ആദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല തൃശ്ശൂരാണ്.
കേരളത്തിൽ രണ്ടാമതായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല ആലപ്പുഴ, മൂന്നാമത് കാസർഗോഡ്. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഫിലിപ്പൈൻസ് ആണ്. ഏഷ്യക്ക് പുറത്ത് ആദ്യമായി COVID-19 മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഫ്രാൻസ് ആണ്. ഗൾഫ് നാടുകളിലെ ആദ്യ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ബഹ്റൈനിലാണ്. COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബാണ്. കൊറോണ രോഗനിർണയ ടെസ്റ്റുകൾ PCR, NAT പോളിമറൈസ് ചെയിൻ റിയാക്ഷനും ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റുമാണ്. RT-PCR രൂപം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇന്ത്യയിൽ ആദ്യ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാൽബുർഗി, കർണാടക. കേരളത്തിൽ ആദ്യത്തെ കൊറോണ വൈറസ് ബാധിച്ച് മരണം നടന്ന ജില്ല എറണാകുളം. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള കേരള ആരോഗ്യ വകുപ്പിൻ്റെ ക്യാമ്പയിനാണ് ബ്രേക്ക് ദ ചെയിൻ. കൊറോണ എന്ന പേരിലുള്ള നഗരം സ്ഥിതി ചെയ്യുന്നത് കാലിഫോർണിയയിലാണ്. കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായിട്ട് പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. COVID-19 ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗമായ നാദിയ എന്ന കടുവ ഏത് മൃഗശാലയിലേതാണ്? ബ്രാങ്ക്സ് മൃഗശാല, ന്യൂയോർക്ക്. മൃഗങ്ങൾക്കായിട്ടുള്ള ആദ്യ കോവിഡ് പ്രതിരോധ വാക്സിൻ രജിസ്റ്റർ ചെയ്ത രാജ്യം റഷ്യയാണ്. കാർണിവാക് കോവ് എന്നാണ് വാക്സിൻ്റെ പേര്. മൃഗങ്ങൾക്കായി ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച COVID-19 വാക്സിനാണ് അനോകോവാക്സ്. കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 2020 ജനുവരി 30. കോവിഡ് വകഭേദങ്ങൾ UK ആൽഫ B.1.17 ആണ്. ദക്ഷിണാഫ്രിക്ക ബീറ്റ B.1.351, ഡെൽറ്റ ഇന്ത്യ ഡെൽറ്റ B.1 617.2, കാപ്പ B.1 617.1, ബ്രസീൽ ഗാമ P.11, സീറ്റ P.2, US എപ്പിസിലിൻ അയോട്ട B.1 526, ഫിലിപ്പീൻസ് തീറ്റ P.3, ഇസ്രായേൽ ഫ്ലറോണ, ഫിലിപ്പീൻസ് IHU B.1 640.2. ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 11. 2020 മാർച്ച് 11 ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചത്. COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഡോക്ടർ ലീ വെൻലിയാങ്. പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് എപ്പിഡെമിക് ഡിസീസസ് ഓർഡിനൻസ് 2020. ഇന്ത്യയിൽ എപ്പിഡെമിക് ആക്ട് പാസ്സാക്കിയത് 1897. എപ്പിഡെമിക് ഡിസീസ് അമെൻമെൻറ്റ് ആക്ട് 2020 നിലവിൽ വന്നത് ഏപ്രിൽ 22. 2021 നവംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ കോവിഡിൻ്റെ പുതിയ വകഭേദം ഒമിക്രോൺ ആണ്. ഒമിക്രോൺ B.1.1.529. ഒമിക്രോൺ ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് കർണാടക. 2021 ഡിസംബറിൽ ഒമിക്രോൺ കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് എറണാകുളം. US കണ്ടെത്തിയ ഒമിക്രോൺ വകഭേദം ഒമിക്രോൺ BA.2. ബ്രിട്ടനിൽ കണ്ടെത്തിയ ഒമിക്രോൺ വകഭേദം XE ആണ്. ഒമിക്രോൺ BA.2 വകഭേദത്തേക്കാൾ 10% വ്യാപക ശേഷിയുണ്ട്. 2021 മെയ്യിൽ കോവിഡ് രോഗികൾ കണ്ടെത്തിയ ഫംഗസ് രോഗബാധ ബ്ലാക്ക് ഫംഗസ് ആണ്. മ്യൂക്കോസിസ്. കൊറോണ വൈറസ് മൂലം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റ് രോഗങ്ങളാണ് മെർസും സാർസും. COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ മനീഷ് കുമാറാണ്. ലോകത്തിലാദ്യമായി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യയാണ്. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം തോന്നയ്ക്കൽ. 2021 ജനുവരിയിൽ കോവിഡ് പ്രതിരോധത്തിനായിട്ട് ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യം ജപ്പാനാണ്. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു. 2022 ജൂലൈയിൽ WHO സ്ഥിരീകരിച്ച ഇന്ത്യയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒമിക്രോണിൻ്റെ പുതിയ വിഭാഗം BA.2.75. കോവിഡിനെതിരെ നൽകുന്നതിന് WHO വിലക്കിക്കൊണ്ട് 2 മരുന്നുകൾ കോൾചിസിനും ഫ്ലൂവോവാക്സമൈനും. സന്ധിവാത ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ് കോൾചിസിൻ. വിഷാദ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നാണ് ഫ്ലൂവോക്സമൈൻ. ചൈനയിൽ സമീപകാലത്ത് സ്ഥിരീകരിച്ച ഒമിക്രോണിൻ്റെ പുതിയ വിഭാഗമാണ് ഒമിക്രോൺ സ്ട്രെയിൻ BF7. ഇന്ത്യയിൽ ഒമിക്രോൺ സ്ട്രെയിൻ BF7 സ്ഥിരീകരിച്ച ആദ്യ സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിലെ കോവിഡ് വാക്സിനുകൾ. കോവാക്സിൻ. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ COVID-19 വാക്സിനാണ് കോവാക്സിൻ. കോവാക്സിൻ്റെ പേര്
BBV 152 BBV 152 ഇനാക്ടിവേറ്റഡ് സാർസ് കോവ് 2 വൈറസ് അടങ്ങിയിരിക്കുന്നത് ഇൻട്രാമസ്കുലാർ വാക്സിനാണ് വികസിപ്പിച്ചെടുത്തത്. ഭാരത് ബയോടെക് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. 2020 ജൂലൈയിൽ വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കാൻ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചു. 2020 ഡിസംബറിൽ ഇന്ത്യയിൽ കോവാക്സിന് അനുമതി ലഭിച്ചു. കോവാക്സിൻ്റെ 2ാം ഡോസ് എടുക്കേണ്ടത് ആദ്യ ഡോസിൻ്റെ 28 ദിവസത്തിന് ശേഷമാണ്. കോവിഷീൽഡ് കോവിഡ്-19 പ്രതിരോധത്തിനായിട്ട് ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച വാക്സിനാണ് കോവിഷീൽഡ്. കോവിഡ് വൈറസിൻ്റെ ഗ്ലൂക്കോപ്രോട്ടീനുകളെ കോഡ് ചെയ്യുന്ന ഇരട്ടിക്കാൻ കഴിവില്ലാത്ത ചിമ്പാൻസി അഡിനോ വൈറസ് വെക്റ്റർ അടങ്ങിയിരിക്കുന്നത് കോവിഷീൽഡിലാണ്. ആസ്ട്രാസെനെക്ക എന്ന യൂറോപ്യൻ കമ്പനിയുമായി ചേർന്നാണ് ഓക്സ്ഫോർഡ് സർവകലാശാല കോവിഷീൽഡ് വികസിപ്പിച്ചത്. ശാസ്ത്രീയ നാമം AZ-D1222. കോവിഷീൽഡ് 2ാം ഡോസ് എടുക്കേണ്ടത് 84 ദിവസങ്ങൾക്ക് ശേഷമാണ്. 4-12 ആഴ്ചക്കുള്ളിൽ. ഇന്ത്യയിൽ കോവിഷീൽഡിൻ്റെ വിതരണത്തിനും ഉൽപ്പാദനത്തിനും സഹായിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനമാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം പൂനെയാണ്. സ്ഥാപിതമായത് 1966. സ്ഥാപിച്ച വ്യക്തി സൈറസ് എസ് പൂനവല്ല. നിലവിലെ ചെയർമാൻ അഡാർ പൂനവല്ല. കോവിഡ് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വസ്തുതകൾ. 2021 മെയ്യിൽ കോവിഡ്-19 പ്രതിരോധത്തിനായിട്ട് റഷ്യ വികസിപ്പിച്ച സിംഗിൾ ഡോസ് വാക്സിനാണ് സ്പുട്നിക് ലൈറ്റ്. കോവിഡ്-19 ലോകത്തിലെ ആദ്യ പ്ലാസ്മിഡ് DNA വാക്സിൻ സൈക്കോവ്-D ആണ്. 2022 ഏപ്രിലോടുകൂടി പുറത്തിറക്കിയ ഇന്ത്യയുടെ ആദ്യ mRNA വാക്സിൻ നിർമ്മിക്കുന്നത് പൂനെ ആസ്ഥാനമാക്കിയ സ്ഥാപനം ജനോവ ബയോ ഫാർമസ്യൂട്ടിക്കൽ. മെസഞ്ചർ RNA വാക്സിൻ ശരീരത്തിൽ രോഗപ്രതിരോധത്തിന് കാരണമാകുന്ന പ്രോട്ടീൻ നിർമ്മിക്കുന്നതിന് നിർദ്ദേശമായ കോശത്തിന് നൽകുന്നു. 2022 ജനുവരിയിൽ ഇന്ത്യയിൽ ബൂസ്റ്റർ ഡോസായിട്ട് വിതരണം ചെയ്യാനുള്ള അന്തിമ ട്രയലിന് ഡ്രഗ്സ് കൺട്രോളർ ജനറലിലൂടെ അനുമതി ലഭിച്ച ഇൻട്രാനോസൽ മൂക്കിലൂടെയുള്ള വാക്സിൻ വികസിപ്പിച്ചത് ഭാരത് ബയോടെക് ആണ്. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച റിസപ്റ്റൻ ബൈൻഡിംഗ് ഡൊമെയ്ൻ പ്രോട്ടീൻ സബ് യൂണിറ്റ് കോവിഡ് വാക്സിനാണ് കോർബെവാക്സ്. ഹൈദരാബാദ് ആസ്ഥാനമായ ബയോളജിക്കൽ ലിമിറ്റഡ് ആണ് കോർബെവാക്സ് വികസിപ്പിച്ചത്. ഇന്ത്യയിൽ 12-14 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 28 ദിവസത്തെ ഇടവേളകളിൽ നൽകുന്ന 2 ഡോസ് വാക്സിനാണ് കോർബെവാക്സ്. 5-12 വയസ്സ് പ്രായമായവർക്ക് കോർബെവാക്സ് നൽകാൻ DCGA അംഗീകാരം നൽകി. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് സാർസ് കോവ് 2 സാന്നിധ്യമോ അഭാവമോ സംബന്ധിച്ച് ആയിരക്കണക്കിന് സാമ്പിളുകൾ സംയോജിപ്പിക്കുവാനും ഒരേ സമയം വിശകലനം ചെയ്യുവാനും വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം സ്വാബ്സെക് ആണ്. ഇന്ത്യയിൽ 7-11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്ത കോവിഡ് വാക്സിൻ കോവാക്സ് ആണ്. നിലവിൽ 12 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ കോവിഡ് വാക്സിനായ കോവാക്സ് നൽകുന്നത്. US കമ്പനിയായ നോവാവാക്സ് വികസിപ്പിച്ച വാക്സിനാണ് കോവാക്സ് എന്ന പേരിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. WHOയുടെ അടിയന്തര ഉപയോഗ അനുമതി ലഭിച്ച വാക്സിനാണ് കോവാക്സ്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ ബോധനശാസ്ത്രം സൈക്കോളജിയിലുള്ള ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം. സാധാരണ ശിശുക്കളിൽ നിന്നും പ്രസ്തവ്യമാം വിധം വേറിട്ട് നിൽക്കുന്ന കുട്ടികളാണ് അസാമാന്യ വിഭാഗത്തിൽ പെടുന്നവർ. സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയിൽ ഉള്ളവർ, ഭിന്നശേഷിക്കാരായ കുട്ടികൾ, പ്രതിഭാധനരായ കുട്ടികൾ. ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ വിവിധ തരത്തിൽ വർഗീകരിക്കാം. സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥയിൽ ഉള്ളവർ, സമൂഹത്തിൽ പരിഗണന അനുഭവിക്കുന്നവർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സാംസ്കാരികമായി പിന്നോക്കാവസ്ഥയിലുള്ളവർ, ഭിന്നശേഷിക്കാരായ കുട്ടികൾ, ശാരീരിക വൈകല്യമുള്ളവർ,
ബുദ്ധിപരമായിട്ടുള്ള പരിമിതിയുള്ളവർ, വൈകാരിക പ്രശ്നമുള്ളവർ. പ്രതിബദ്ധരായ കുട്ടികളാണ് അസാമാന്യ ബുദ്ധി സാമർഥ്യമുള്ളവർ, സർഗാത്മക ശേഷി പ്രകടിപ്പിക്കുന്നവർ, പ്രതിഭാധനരായിട്ടുള്ളവർ. സമൂഹത്തിൻ്റെ പിന്നോക്കം നിൽക്കുന്നവരാണ് സാംസ്കാരിക പ്രതികൂലം അനുഭവിക്കുന്നവർ. മിക്കപ്പോഴും സമൂഹത്തിലെ വിദ്യാലയത്തിലും അനാവശ്യമായിട്ടുള്ള നിരാശാബോധം അനുഭവിക്കുന്നവരാണ് സാംസ്കാരിക പ്രതികൂല്യമുള്ള കുട്ടികൾ. സാംസ്കാരിക പ്രതികൂല്യമുള്ള കുട്ടികളാകാനുള്ള കാരണം പ്രസവപൂർവ്വ ശ്രദ്ധയുടെയും പോഷണത്തിൻ്റെയും അപര്യാപ്തത, നൈസർഗിക ശേഷിയുടെ വികസനത്തിൻ്റെയും അനുകൂലമില്ലാത്ത ഗൃഹാന്തരീക്ഷം. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ തിരിച്ചറിയുന്നതിന് അവലംബിക്കാവുന്ന മാർഗങ്ങളിൽ ഒന്നാണ് രക്ഷിതാക്കളോടുള്ള അന്വേഷണം, ക്ലാസ്സിലെ മറ്റു കുട്ടികളോടുള്ള അന്വേഷണം, സഹാധ്യാപകരോടുള്ള അന്വേഷണം, കുട്ടികളോട് നേരിട്ടുള്ള അന്വേഷണം. രക്ഷിതാക്കളോടുള്ള അന്വേഷണമാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അപസമായോജനം അനുഭവിക്കുന്നവനും മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവനും തന്നെ പൂർണ്ണ വികാസം തടസ്സപ്പെട്ടവനുമായ കുട്ടികളാണ് കുറ്റവാസനയുള്ള കുട്ടികൾ. ശാരീരികവും ബുദ്ധിപരവും വൈകാരികവുമായിട്ടുള്ള ഏതെങ്കിലും ന്യൂനതയോ തകരാറോ കാരണം മറ്റ് സമപ്രായക്കാരുടേതുപോലെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്തവരാണ് ഭിന്നശേഷിക്കാർ. ഭിന്നശേഷിക്കാരുടെ പരിമിതികൾ, ചലനപരമായ പ്രശ്നങ്ങൾ കാരണം ദൈനംദിന കാര്യങ്ങൾ സ്വതന്ത്രമായി ചെയ്യാൻ സാധിക്കുകയില്ല. ബുദ്ധിപരമായിട്ടുള്ള പരിമിതി മൂലം വിവേകത്തോടെ പെരുമാറാൻ കഴിയാറില്ല. വരും പോരായ്മകൾ മനസ്സിലാകാതെ പ്രവർത്തിക്കുക കാരണം അപകടങ്ങൾക്ക് സാധ്യതയേറുന്നു. സാമൂഹ്യ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പെരുമാറാൻ കഴിയാതിരിക്കുക, വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക. ഭിന്നശേഷിയുടെ പൊതുവായിട്ടുള്ള കാരണങ്ങളെ രണ്ടായി തിരിക്കാം. ജന്മനായുള്ളത്, ആർജിക്കുന്നത്. ജന്മനായുള്ള ഭിന്നശേഷിയുടെ കാരണങ്ങൾ ജീനുകളിലെ പരിമിതികൾ, മാതാപിതാക്കളുടെ രക്തഗ്രൂപ്പുകളിലെ പൊരുത്തക്കേടുകൾ, രക്തബന്ധത്തിലുള്ളവർ തമ്മിലുള്ള വിവാഹം, മാതാപിതാവിൻ്റെ ശരീരത്തിലെ ചില ഹോർമോൺ തകരാറുകൾ, പ്രസവം ദീർഘിച്ചു പോകൽ, പ്രസവ സമയത്തിലെ അധിക ഉത്കണ്ഠ, ജനന സമയത്ത് കുട്ടിക്കുണ്ടാകുന്ന മുറിവ്, ശ്വാസം മുട്ടൽ തുടങ്ങിയവ. ഭിന്നശേഷിയുള്ള ആർജിത കാരണങ്ങൾ പോളിയോ, ക്ഷയം, കുഷ്ഠം തുടങ്ങിയ മൂലമുണ്ടാകുന്ന അംഗപരിമിതികൾ, പക്ഷാഘാതം പോലെ തലച്ചോറിനും നാഡീവ്യൂഹത്തിനും ഉണ്ടാകുന്ന രോഗങ്ങൾ, മുറിവുകൾ, അപകടങ്ങൾ, വീഴ്ച, ഒടിവ് മുതലായവയിലുണ്ടാകുന്ന അംഗപരിമിതികൾ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ. ക്ലാസ് മുറിയിൽ ബുദ്ധിപരമായിട്ടുള്ള പരിമിതികൾ ഉള്ള കുട്ടികളെ കണ്ടെത്തുന്നതിന് സഹായകമാകുന്ന ലക്ഷണങ്ങളാണ് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇരിക്കൽ, നടക്കൽ, സംസാരിക്കൽ തുടങ്ങിയവ. കാലതാമസം ഉണ്ടാവുക, മുഖത്ത് കാണുന്ന അസ്വാഭാവികത, ഭക്ഷണം സ്വയം കഴിക്കാതിരിക്കുക, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുക, വായിൽ നിന്നും എപ്പോഴും ഉമിനീർ ഒഴുക്കുക, പെട്ടെന്ന് ദേഷ്യപ്പെടുകയും വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുക. കേൾവിയിൽ ഉണ്ടാകുന്ന തകരാറുകൾ അളന്ന് തിട്ടപ്പെടുത്തുവാനുള്ള ടെസ്റ്റാണ് ഓഡിയോഗ്രാമ. ലോക കേൾവി ദിനം മാർച്ച് 3. സാധാരണ വിദ്യാർത്ഥികളേക്കാൾ സമ്പന്നരായി കണക്കാക്കുന്നവയാണ് IQ 135 കൂടുതലുള്ളവരാണ്. പ്രതിഭാസമ്പന്നരുടെ പ്രത്യേകതകൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലും അതുപോലെ തന്നെ യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലും ബുദ്ധിവൈദഗ്ധ്യം കാണിക്കും. പ്രതിഭാസമ്പന്നരായ വിദ്യാർത്ഥികളെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ: മാനകീകൃത ബുദ്ധിശോധകം, മാനകീകൃത സിദ്ധിശോധകം, മുൻപ് പഠിച്ച ക്ലാസുകളിലെ പ്രോഗ്രസ് റിപ്പോർട്ടുകളിലൂടെ, അധ്യാപകരുടെ നിരീക്ഷണങ്ങളിലൂടെ. പഠിക്കുവാനും സൃഷ്ടിക്കുവാനും കണ്ടുപിടിക്കുവാനും ഒരു പുതിയ ആശയമോ വസ്തുതയോ നിർമ്മിക്കുവാനുള്ള ശേഷി പുലർത്തുന്ന ശിശുവാണ് സർഗപരതയുള്ള ശിശു. പ്രത്യേക അസൈൻമെൻറ്റിലൂടെ സ്വതന്ത്ര പ്രോജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങൾ എന്നിവ ഒരു വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യം. പ്രതിഭാധനരായ കുട്ടികൾ. IQ 70 മുകളിലുണ്ടെങ്കിലും മറ്റു കുട്ടികളെ അപേക്ഷിച്ച് മന്ദഗതിയിൽ പഠിക്കാൻ കഴിയുന്നവരാണ് മന്ദപഠിതാക്കൾ. പിന്നോക്കക്കാരാകുന്ന മേഖലകൾ: അമൂർത്ത ചിന്തനം, പ്രതീകാത്മക ചിന്തനം, പരസ്പര ബന്ധങ്ങൾ കണ്ടെത്തുക, വൈജ്ഞാനിക മണ്ഡല പ്രവർത്തനം എന്നിവ. മന്ദഗതിയിലും പ്രശ്നപരിഹരണ രീതിയിലും വളരെ പിന്നിലും ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തികളിൽ വളരെ പിന്നിലുമായിരിക്കുന്നവരാണ് മന്ദപഠിതാക്കൾ. സാമൂഹിക വൈകാരിക വികസനങ്ങളിൽ അപസമായോജനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള വിഭാഗങ്ങളാണ് മന്ദപഠിതാക്കൾ. നേട്ടങ്ങൾ: സ്ഥിരമായി തൻ്റെ നൈസർഗിക ശേഷിക്ക് വളരെ താഴെ നിൽക്കുന്ന പഠിതാക്കളാണ് അണ്ടർ അച്ചീവർ. ബുദ്ധിപരീക്ഷകൾ സൂചിപ്പിക്കുന്നതിന് മാനത്തിന് താഴെയാണ് പഠനസിദ്ധിയെങ്കിൽ ആ കുട്ടി ഒരു അണ്ടർ അച്ചീവറാണ്. IQ 70 താഴെയായിരിക്കുന്ന കുട്ടികളാണ് മാനസിക മാന്ദ്യമുള്ള കുട്ടികൾ. ശാരീരികവും ഏതെങ്കിലും അപര്യാപ്തത മൂലം സാധാരണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ നിർബന്ധിതരുമാകുന്ന കുട്ടികളാണ് ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ. 1995 ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ PW ആക്ട് പ്രകാരം ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ 7 വിഭാഗങ്ങളാണ്: പൂർണ്ണാന്ധത, ചികിത്സ കൊണ്ടോ കണ്ണട ഉപയോഗിച്ചോ കാഴ്ച ലഭിക്കാത്ത അവസ്ഥ,
കാഴ്ചക്കുറവ് ഭാഗികമായ രീതിയിൽ കാഴ്ചയുള്ളവർ സ്നെല്ലൻ ചാർട്ട് പ്രകാരം ഇവരുടെ കാഴ്ച തീവ്രത 18-ൽ 8 അല്ലെങ്കിൽ 160-ൽ 20 ആയിരിക്കും. ഭേദമായ കുഷ്ഠരോഗം ഭേദമായെങ്കിലും കൈക്കാൽ വിരലുകൾ തേഞ്ഞു പോയതിനാൽ വിരൽ ഉപയോഗിച്ച് ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു. ചലന പരിമിതി, അസ്ഥി, നാഡി, പേശി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ ഉള്ളവർ. ശ്രവണ വൈകല്യം പൂർണ്ണമായോ ഭാഗികമായോ കേൾവി തകരാറുള്ളവരെ ഈ വിഭാഗത്തിൽ പെടുത്താം. കർണപുടത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് കണ്ടെത്തുന്ന ടെസ്റ്റാണ് എൻഡോസ്കോപ്പി. ഏറ്റവും സാധാരണയായ കേൾവി പരിശോധനയാണ് പ്യൂർ ടോൺ ഓഡിയോഗ്രാം. 4 വയസ്സിന് താഴെയുള്ളവർക്ക് ബുദ്ധി പരിമിതികൾക്കും നടക്കുന്ന കേൾവി പരിശോധന ഓട്ടോ അക്കോസ്റ്റിക് എമിഷനാണ്. ശ്രവണ പരിമിതി മറികടക്കാൻ സ്വീകരിക്കുന്ന ചികിത്സാ രീതികൾ ഹിയറിംഗ് എയ്ഡ്, കോക്ലിയർ ഇംപ്ലാന്റ്. കോക്ലിയർ ഇംപാക്റ്റ് എന്നത് ഏത് പരിമിതി മറികടക്കാൻ സ്വീകരിക്കുന്ന ചികിത്സാ രീതിയാണ്. ശ്രവണ പരിമിതി. 6. ബുദ്ധി പരിമിതി. ബുദ്ധിപരമായിട്ടുള്ള വളർച്ചാ വ്യതിയാനം കാരണം ആശയവിനിമയം, സാമൂഹിക ഇടപെടൽ, മാനസിക പക്വത, അപഗ്രഥന ശേഷി എന്നിവയിൽ പ്രകടമാകുന്ന കുറവ് സംഭവിക്കുന്ന അവസ്ഥയാണ്. 7. മാനസിക രോഗമാണ്. മനോരോഗത്താൽ മനസ്സിൻ്റെ സമനില വ്യതിയാനം സംഭവിക്കുന്നു. ഭിന്നശേഷിയുടെ അവകാശ സംരക്ഷണ നിയമം 2016 ഉൾപ്പെടുത്തിയിട്ടുള്ള ഭിന്നശേഷിക്കാരായ 14 വിഭാഗങ്ങൾ. ഡോർഫിസമാണ് 1. ശരീരത്തിൻ്റെ വലിപ്പക്കുറവാണ് പ്രധാന ലക്ഷണം. ശരാശരി വലുപ്പം 4 അടിയാണ്. ഓട്ടിസം ബ്രെയിനിലെ ന്യൂറോണുകളുടെ വികസന തകരാറ് മൂലമുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഓട്ടിസം. 3 വയസ്സിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും. 3. സെറിബ്രൽ പാൾസിയാണ്. ബ്രെയിൻ തകരാറ് കാരണം പേശികൾക്കും അസ്ഥികൾക്കും ഉണ്ടാകുന്ന ബലക്ഷയം. മസ്കുലർ ഡിസ്ട്രോഫി ശരീരത്തിലെ പേശികളുടെ വലുപ്പം ശക്തിയും കുറഞ്ഞു വന്ന് ശരീരചലനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ. 5. ആസിഡ് ആക്രമണ ഇരകൾ മുഖത്തും ശരീരത്തും ആസിഡ് വീണ് പൊള്ളി ശരീരം വികൃതമാകുന്ന അവസ്ഥ. പാർക്കിൻസൺസ് രോഗം ശരീരത്തിൻ്റെ പൊതുവായിട്ടുള്ള ക്ഷീണാവസ്ഥയിൽ തുടങ്ങി അനായാസേനയുള്ള ശരീര ചലനങ്ങളെ തടസ്സപ്പെടുത്തുകയും തലയും കൈകളും വിറയ്ക്കുക, വെട്ടുക, പേശികളെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക, ബാലൻസ് ചെയ്ത് നിവർന്ന് നിൽക്കാൻ കഴിയാതെ വരിക, കൂനി നടക്കുക എന്നീ ലക്ഷണങ്ങൾ കാണിക്കുന്നു. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ബ്രെയിനിലെയും നട്ടെല്ലുകളിലൂടെയും നാഡികൾ തകരാറിലാകുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണ്. തലാസീമിയ രക്തസംബന്ധമായിട്ടുള്ള പാരമ്പര്യ രോഗാവസ്ഥയാണ്. ഹീമോഫീലിയ ശരീരത്തിലെ പ്രത്യേകതരം പ്രോട്ടീനുകളുടെ കുറവ് മൂലം രക്തം കട്ടപിടിക്കാൻ കഴിയാത്ത അവസ്ഥ. അരിവാൾ രോഗം രക്തസംബന്ധമായിട്ടുള്ള പൈതൃകമായി തന്നെ ലഭിക്കുന്നതുമായിട്ടുള്ള അസുഖം. തീവ്രമായിട്ടുള്ള നാഡീ തകരാറുകൾ ബ്രെയിന്, നട്ടെല്ല് എന്നിവ സംബന്ധിച്ചിരിക്കുന്ന നാഡികൾ എന്നിവയെ സംബന്ധിക്കുന്ന രോഗാവസ്ഥ. ഭാഷാ സംസാര വൈകല്യങ്ങൾ ആശയവിനിമയ ഉപാധിയായിട്ടുള്ള ഭാഷ സ്വായത്തമാക്കാനുള്ള പ്രയാസം. സവിശേഷമായ പഠന വൈകല്യം. ശ്രവണം, ഭാഷണം, വായന, എഴുത്ത്, യുക്തിചിന്തനം, ഗണിതം തുടങ്ങിയ ശേഷികൾ ആർജിക്കുവാനും പ്രയോഗിക്കുവാനും കഴിയാത്തത് പഠന വൈകല്യം. ബഹുവിധ വൈകല്യങ്ങൾ ഒന്നിലധികം വൈകല്യങ്ങൾ ഒന്നിച്ചു ഒരാളിൽ കാണപ്പെടുന്ന അവസ്ഥ. പ്രീവിയസ് ക്വസ്റ്റ്യൻ മിക്കപ്പോഴും കൂട്ടത്തിൽ നിന്നും പിൻവാങ്ങി ഒറ്റപ്പെട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്തിൻ്റെ ലക്ഷണമായേക്കാം? ഓട്ടിസത്തിൻ്റെ. ഭിന്നശേഷിക്കാരായവർക്ക് വേണ്ടി നടപ്പിലാക്കിയ പ്രധാന പരിപാടികൾ ദേശീയ വിദ്യാഭ്യാസ നയം NPE 1986, തുടർച്ചയായിട്ടുള്ള അധ്യാപക പരിശീലനങ്ങൾ, കണ്ടിന്യൂസ് റീഓർഡിനേഷൻ ഓഫ് പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, പ്രോജക്റ്റ് ഓൺ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് 1986, പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992, റിവൈസ്ഡ് IEDC സ്കീം 1992. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.